ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു മീ ഇൻ കേരള. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് ഒരു ഹെഡ്ഫോണാണ്. അതായത് OneOdioയുടെ Pro 10 എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ DJ ഹെഡ്സെറ്റാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്. ഞാനിത് കുറച്ച് നാളായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2-3 മാസത്തോളമായി ഞാനിത് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത് ഇത് PU ബാഗാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഹെഡ്സെറ്റ് നമുക്ക് ഇടാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളൊരു PU ബാഗാണിത്. തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ കിട്ടുന്ന പിന്നെ ഒരു കേബിൾ കിട്ടും. കേബിൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു 6.35 mm ജാക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേറെ അറ്റം 3.5 mm ആണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു സ്പ്രിങ്ങും ഉണ്ട്. ഇവിടെ സ്പ്രിങ് ഇങ്ങനെ വലിക്കാത്ത രീതിയിലുള്ള കേബിളാണ്. അത്യാവശ്യം നല്ല നീളമുണ്ട് ഇതിന്. പിന്നെ അതിൻ്റെ കൂടെ വന്നത് അടുത്തൊരു കേബിളുണ്ട്. 3.5 mm to 3.5 mm. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെയാണ് മൈക്ക് കൊടുത്തേക്കണം. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടുന്ന ഒരു ബുക്കാണ്. ഇതിൻ്റെ മാനുവൽ അതിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോർമൽ നമ്മളതൊന്നും വായിക്കാറില്ല, സൈഡിലേക്ക് വെക്കാറുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഹെഡ്സെറ്റ്. നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് അതിൻ്റെ ഹെഡ് റെസ്റ്റ്. അതായത് നല്ലൊരു കുഷനിങ്ങാണ് ഇവർ കൊടുത്തേക്കുന്നത്. ടോപ്പിൽ നമുക്ക് നോക്കാം, ഇവിടെ OneOdioയുടെ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ചുമന്ന സ്റ്റിച്ചിങ്ങാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ മെറ്റലിൻ്റെ ഒരു സ്ലൈഡറാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഈ സ്റ്റീലിൻ്റെ ഇത് കൊടുത്തേക്കണ കാരണം കുറച്ചും കൂടെ ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ കൂട്ടുന്നുണ്ടത്. അപ്പോൾ അത് കാരണം ഇത് നല്ലൊരു എഡിഷനാണ്. രണ്ട് സൈഡും ഈ സ്റ്റീലിൻ്റെ സ്ലൈഡറുണ്ട്. ഇയർ കപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കുലർ ഗ്രൂവിംഗ് ആണ് തന്നേക്കണം. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു ഫീല് നമുക്ക് തരും. അതായത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുമല്ല നല്ലൊരു ക്വാളിറ്റി അവർ യൂസ് ചെയ്തേക്കണം. അത് പ്ലാസ്റ്റിക്കാണ്, മെറ്റലല്ല. നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തേക്കണം. ചീപ്പ് പ്ലാസ്റ്റിക് അല്ല അവർ യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ റൈറ്റ് ലെഫ്റ്റ് നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിപ്പോൾ ഏത് ഇയർ കപ്പാണ് ലെഫ്റ്റിൽ, ഏത് ഇയർ കപ്പാണ് റൈറ്റിൽ നമുക്ക് ഇടേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ഇയർ കപ്പ് നമ്മൾ ഇടുമ്പോൾ ഇതിപ്പോൾ ഇത് ലെഫ്റ്റും ഇത് റൈറ്റുമാണ്. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ DJയിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു ഫീച്ചറാണ്. അതായത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് വെക്കാത്തക്ക രീതിയിലുള്ള ഫീച്ചർ. അത് ഈ DJക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എടുത്ത് ഇങ്ങനെയും വെക്കാം. അപ്പോൾ ഇത് DJക്കാർക്ക് വേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ഈ ഫോമാണ്, അതായത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണ ഒരു മെമ്മറി ഫോമാണ് കൊടുത്തേക്കണത്. അത് നല്ലതാണ്. അതായത് കുറച്ചും കൂടി സ്റ്റിഫായിട്ടുള്ളൊരു ഫോമാണ് ഇതിൽ തന്നേക്കണത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ ക്ലാമ്പിംഗ് ഫോഴ്സ് ഇത്തിരി കൂടുതലാണ്. ഇത്തിരി കൂടുതലായ കാരണം ഇതിൻ്റെ ഫോം ഇത്തിരി സ്റ്റിഫായ കാരണം പിന്നെ ഈ ഓപ്പണിംഗ് ഉണ്ടോ, ഈ ഓപ്പണിംഗ് ചെറുതായ കാരണം നമ്മുടെ ചെവി ഫുള്ളും അതിൻ്റെ അകത്തേക്ക് പോകില്ല. ഒരു ഇത്തിരി ഭാഗം, കുറച്ച് ഭാഗം ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുകയുള്ളൂ ചെവി. അപ്പോൾ ഈ ക്ലാമ്പിംഗ് ഫോഴ്സും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ച് നേരം നമുക്കത് യൂസ് ചെയ്യുന്ന ലൈക്ക് ഫോർ 1 or 2 hours നമ്മളത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് നമുക്കിത് ഇവിടെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് നമ്മളിത് ഊരി മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫീലാവും, അതിൻ്റെ ഒരു പെയിൻ നമുക്ക് ഫീലാവും. അത് പിന്നെ രണ്ടാമത്തെ കേസിൽ ഇത് ഞാൻ അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെവി നന്നായിട്ട് വേർക്കും. ഈ ഫോം ഇത്തിരി ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇതുപോലെ തന്നെ ഇത് അടന്നു പോകുന്നുണ്ട്. ആകെ 2-3 മാസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ അടന്നു പോകുന്നുണ്ട്. എനിക്ക് വേറെ ഹെഡ്സെറ്റിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്ന് വരുന്നുണ്ട്.
ഇയർ കപ്സിൻ്റെ താഴത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ 2 ഹോളുകൾ ഇവിടെ കാണാം. ഇത് 6.35 mm ഒരു ഹോളാണ് ഇവിടെ തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3.5 mm ഒരു ഹോളാണ് തന്നേക്കുന്നത്. ഇത് ഈ ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ USP ആണ്. അതായത് ഈ ഫീച്ചർ വളരെ ചുരുക്കം ഹെഡ്സെറ്റ്സിൽ കിട്ടാറുള്ളൂ. 2 പോർട്ടുകൾ നമുക്ക് സാധാരണ നമുക്ക് ഒരു ഹെഡ്സെറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ കേബിൾ ഊരിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഊരിയെടുക്കാൻ പറ്റും 2ഉം. ഇത് ഭയങ്കര വലിയ പ്ലസ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കാണാറുണ്ട്, നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിൽ ലൂസ് കണക്ഷൻ്റെ പ്രശ്നങ്ങൾ വരും. ഒരു സൈഡിൽ സൗണ്ട് കേൾക്കത്തില്ല, കേബിള് അകത്തുനിന്ന് വിട്ടു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കേസിൽ അങ്ങനെയല്ല, നമുക്ക് ഈ സാധനം ഊരി മാറ്റിയിട്ട് വേറെ കേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഫീച്ചർ വളരെ ചുരുക്കം ഹെഡ്സെറ്റിൽ കൊടുക്കുള്ളൂ. ഇതിലത് തന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാനിതിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ കേസ് ഞാനത് യൂസ് ചെയ്യുന്നില്ല, ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ കേബിൾ ഊരി മാറ്റിയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കേബിളിന് ഒരിക്കലും ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല. അതുമല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ആ കേബിൾ കുരുങ്ങിയിട്ട് ഇങ്ങനെ വലിയണ ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഊരി മാറത്തൊക്കെ ഒരു ഫീച്ചർ കൊടുത്തേക്കണ കാരണം കേബിൾ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ കേബിൾ ഇവിടുന്ന് ഊരിപ്പോരും. ആ കേബിളിൻ്റെ ഒരു വലിയ ടെൻഷൻ ആയിട്ട് അകത്തുനിന്ന് വിട്ടുപോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ ഇതുപോലത്തെ ഹെഡ്സെറ്റ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് കൊടുക്കേണ്ട തന്നെ ഒരു ഫീച്ചറാണ് ഡീഅറ്റാച്ചബിൾ കേബിൾ, ഇങ്ങനത്തെ ഒരു ഹോൾ കൊടുക്കുന്നത്. കാരണം ഒരു ഹെഡ്സെറ്റിൻ്റെ കേബിളിനൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും വളരെ ചുരുക്കം ആൾക്കാരുള്ള അത് ശരിയാക്കാൻ അറിയാവുന്ന ആൾക്കാർ. കാരണം അതിൻ്റെ സോൾഡറിങ് ഒക്കെ ഭയങ്കര ചെറിയ സോൾഡറിങ്ങാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് കാരണം അത് യൂഷ്വലി ആൾക്കാർ അങ്ങനത്തെ ഹെഡ്സെറ്റ് നന്നാക്കാറില്ല. ഇത് കളഞ്ഞിട്ട് പുതിയ ഒരു ഹെഡ്സെറ്റ് മേടിക്കാറേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കണ കാരണം നമുക്ക് ആ കേബിൾ മാറ്റിയിട്ട് നമുക്ക് വേറെ കേബിൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന കേബിൾ എന്ന് പറയുമ്പോൾ 3.5 mm കേബിളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ഇയർ കപ്പിൻ്റെ അടിയിലാണ് 3.5 mm ഹോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. മറ്റേ ഉണ്ട് നമ്മൾ വേറെ ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേ സാധനം തന്നെ നമുക്ക് തിരിച്ചിട്ടാലും ഇത് വർക്ക് ചെയ്യും. ഇതിന് മൈക്കുണ്ട്, ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഈ കേബിള് നമുക്ക് ഇപ്പുറത്തേക്ക് ഇടാൻ പറ്റത്തില്ല, ലെഫ്റ്റിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം അത് 6.35 mm ഹോളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് അത് ഇടാൻ പറ്റില്ല. ലെഫ്റ്റ് ഇയർ കപ്പിൻ്റെ അടിയിൽ പോകേണ്ടത് വലിയ ഹോളാണ്. അപ്പോൾ അത് കാരണം ഇതാണ് ലെഫ്റ്റിലേക്ക് പോകേണ്ടത്. ഇവിടെയാണ് 6.35 mm ഹോൾ കേബിൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ പോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഷെയറിംഗ് പോർട്ടാണ്. അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഹെഡ്സെറ്റിലേക്ക് കയറ്റി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റേ വേറെ ഹെഡ്സെറ്റിലേക്ക് കയറ്റിയിട്ട് നമുക്ക് അതിൽ പാട്ട് കേൾക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള വളരെ ചുരുക്കം ഹെഡ്സെറ്റിൽ ഒന്നാണ് ഈ ഹെഡ്സെറ്റ്. അതായത് ഷെയറിംഗ് പോർട്ടുള്ള വളരെ ചുരുക്കം ഹെഡ്സെറ്റുകളേ ഉള്ളൂ. അതിലൊന്നാണിത്. ഇതൊരു നല്ലൊരു ഫീച്ചറും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് പോകാം. പക്ഷെ അതിക്ക് മുമ്പ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 50 mm നിയോ ഡൈമിയം ഡ്രൈവറാണ് കൊടുത്തേക്കുന്നത്. സാധാരണ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓവർ ദ ഇയർ ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കൊടുക്കുന്നത് 40 mm ഡ്രൈവറാണ്. പക്ഷേ ഇതിൽ 50 mm ആണ്. ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അതെന്ന് വെച്ചാൽ 40 mm ഡ്രൈവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ നിന്നായാലും ലാപ്ടോപ്പിൽ നിന്നായാലും അത്യാവശ്യം പവർ അതിൽ നിന്ന് കിട്ടും. അതായത് കറണ്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. 50 mm ഡ്രൈവർ ആകുമ്പോഴത്തേക്കും അതിന് വേണ്ട പവർ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഡിവൈസുകൾ ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. ലാപ്ടോപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടും. പിന്നെ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് അത്രയും കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. ആ ഒറ്റ കാരണത്താൽ ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് വേരി ചെയ്യാൻ നന്നായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഇത് 110 decibel പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഡ്രൈവറാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ല സൗണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ നമ്മളിത്
ഞാനിത് ടെസ്റ്റ് ചെയ്ത്, അതായത് ഞാൻ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഞാൻ ഇതിനെ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും, മൊബൈലിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പവർ കിട്ടാത്ത കാരണം മിഡ്സും ഹൈസിൻ്റെയും ഒരു സെപ്പറേഷൻ ഉണ്ടാവും. ആ സെപ്പറേഷൻ കുറയാനായിട്ടാണ് ഞാൻ കണ്ടേക്കണത്. പക്ഷേ അതേസമയം ഞാനിത് ലാപ്ടോപ്പിൽ ഇടുമ്പോഴത്തേക്കും ലാപ്ടോപ്പിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ കറണ്ട് കിട്ടും. അപ്പോൾ ആ കൂടുതൽ കറണ്ട് കിട്ടുന്ന കാരണം സൗണ്ടിൽ നല്ലൊരു മാറ്റം, അതായത് നല്ലൊരു മാറ്റമാണ് ഞാൻ ഫീൽ ചെയ്തേക്കണത്. പിന്നെ വേറെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും, ഇത് ഹൈ റെസ് സപ്പോർട്ടഡ് ആണ്. അതായത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഇത് സപ്പോർട്ട് ചെയ്യും. അത് കാരണം നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ നമുക്ക് ഓഡിയോ ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാനിത് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 3 കാറ്റഗറി, അതായത് മിഡ്സ്, ലോസ്, ഹൈ, ഇത് 3ൻ്റെ സെപ്പറേഷൻ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെഡ്സെറ്റ് ബേസ് ഹെവിയാണ്. അതായത് നല്ല ബേസാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യണത്. ഞാൻ ഇതിന് മുമ്പ് OneOdioയുടെ ഒരു ഹെഡ്സെറ്റ് റിവ്യൂ ചെയ്തായിരുന്നു. അതായത് OneOdio A71D എന്ന് പറഞ്ഞൊരു ഹെഡ്സെറ്റ്. ആ ഹെഡ്സെറ്റ് ഇത്രയും ബേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ ആ ഹെഡ്സെറ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്കും ആ ഹെഡ്സെറ്റ് വൈബ്രേറ്റ് ചെയ്യും. ബേസ് നന്നായിട്ട് വരുമ്പോഴത്തേക്കും അത് വൈബ്രേറ്റ് ചെയ്യും. ഇതിന് അങ്ങനെ ഒരു വൈബ്രേഷൻ ഇല്ല. മേ ബി ഇത്തിരി ഹെവി ആയ കാരണമായിരിക്കും ആ ഒരു വൈബ്രേഷനിൽ ഫീൽ ചെയ്യാത്തത്. പക്ഷെ ബേസ് നന്നായിട്ടുണ്ട് ഇതിനകത്ത്. ആ ബേസ് ഉണ്ടായിട്ടും, അത്രയും കൂടുതൽ ബേസ് ഉണ്ടായിട്ടും, ഇതിൻ്റെ മിഡ്സും ഹൈസും ഡിസ്റ്റർബായിട്ട് ഞാൻ കാണുന്നില്ല. നല്ല ക്ലിയർ ആയിട്ടാണ് അത് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ലാപ്ടോപ്പിലും മൊബൈലിലും യൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഹെഡ്സെറ്റിൻ്റെ സൗണ്ടിന് ഒരു ഡിഫറൻസ് വരാറുണ്ട്. അതായത് ഇതിൻ്റെ ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോകാനായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അതായത് ഇതിൻ്റെ മിഡ്സും ഹൈസും അത് കുറച്ചും കൂടി അതിൻ്റെ ആ സെപ്പറേഷൻ ഉണ്ടാവും. ആ സെപ്പറേഷൻ ഇത്തിരി കുറഞ്ഞതായ പോലെ എനിക്ക് തോന്നി. അതായത് അതിൻ്റെ അതൊരു മിക്സ് ആയ പോലെയാണ് തോന്നിയത്. അതായത് ബേസിൽ നിന്ന് മാറി മിക്സായി പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴും ബേസ് നന്നായിട്ട് ആ ടൈമിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നം മാത്രം, അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു സെപ്പറേഷനിൽ വന്ന ഒരു കുറവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഞാനിതിൽ കണ്ടുള്ളൂ. അതേസമയം ഞാൻ ഈ സംഭവം ലാപ്ടോപ്പിൽ ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, ലാപ്ടോപ്പിൽ ഞാൻ വേറെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. സൗണ്ടിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ ക്യാരക്ടറാണ്, വേറെ ലെവലിലേക്കാണ് പോകുന്നത്. അതായത് നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല സെപ്പറേഷൻ വെച്ചിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ ഇൻ കേസ് യു ആർ യൂസിങ് വിത്ത് മൊബൈൽ ഡിവൈസ്, ഞാൻ പറയുന്നത് അത് കുറച്ചും കൂടി ഈക്വലൈസറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഇതിൽ കേൾക്കാൻ പറ്റും. അതേസമയം നമ്മൾ ലാപ്ടോപ്പിലാണെങ്കിലും എന്തെങ്കിലും സൗണ്ട് എൻഹാൻസിങ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിൽ സൗണ്ട് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സൗണ്ടിന് ഒരു കുഴപ്പമില്ല. സൗണ്ടിന് ഒരു 10 വെച്ച് നമ്മൾ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9 എന്ന് പറയാം. അത്രയും നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ് ഇതിൽ ഈ ഹെഡ്സെറ്റിനുള്ളത്. അതായത് ക്ലാരിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും OneOdioയുടെ A71D വെച്ച് വേ അഹെഡാണ്. അതായത് അത്രയും സൗണ്ട് ക്ലാരിറ്റി ഒന്നും അതിൽ ആ ഹെഡ്സെറ്റിൽ കിട്ടുന്നില്ല. ആ ഹെഡ്സെറ്റിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബൂം മൈക്കാണ്. ആ ബൂം മൈക്കിൽ നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റിയിലാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ ബൂം മൈക്കില്ല. ഇതിന് നോർമൽ മൈക്കാണ് കൊടുത്തേക്കണത്. ഇതിൻ്റെ മൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് നോർമൽ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു ഇൻബിൽറ്റ് മൈക്കിൻ്റെ ഒരു ഫീൽ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ആ ഹെഡ്സെറ്റിൽ A71D എന്ന് പറഞ്ഞ ഹെഡ്സെറ്റിൽ ബൂം മൈക്ക് ഉള്ള കാരണം നല്ല സൗണ്ട് ക്വാളിറ്റി വരുന്നത്. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് അല്ല. ഗെയിമിംഗ് ഹെഡ്സെറ്റോ അല്ലാത്ത കാരണം ഇതിന് ബൂം മൈക്കില്ല. നോർമൽ ഒരു മൈക്ക് വെച്ചുള്ള ഒരു കേബിൾ മാത്രമേ നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളൂ. സൗണ്ട് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ പറയാം, ഹെഡ്സെറ്റ് നമ്മൾ സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ 2500 റേഞ്ച് ആണെങ്കിൽ ഇതാണ് ഹെഡ്സെറ്റ്. വേറെ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 2500 റേഞ്ചിലുള്ള ബോട്ടിൻ്റെ ഹെഡ്സെറ്റ്. പക്ഷേ ഇത്രയും സൗണ്ട് ക്വാളിറ്റി എനിക്കതിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല. A71D പോലും അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അത്രയും സൗണ്ട് ക്വാളിറ്റി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് അത്രയില്ല. ഈ A71Dയും ഈ ഹെഡ്സെറ്റും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വളരെ കുറവുള്ളൂ. 100-200 രൂപയുടെ വ്യത്യാസം മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇതിൽ ഉള്ള ഈ രണ്ട് ഫീച്ചേഴ്സ്, ഈ രണ്ട്
അവർ തന്നേക്കുന്ന ഹോളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറെ ഹെഡ്സെറ്റ്സിൽ വളരെ വളരെ ചുരുക്കം ഹെഡ്സെറ്റിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫീച്ചർ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സെല്ലിംഗ് പോയിന്റ് കൂടിയാണിത്. പിന്നെ ഈ 2 കേബിളാണ് ഇവർ തന്നത്. ബാക്കി ഹെഡ്സെറ്റ്സിൽ ചിലപ്പോൾ ഒരു കേബിളൊക്കെ കിട്ടുള്ളൂ, മിക്കതിലും നമുക്ക് ഊരി മാറ്റാൻ പറ്റാത്ത കേബിളുകളൊക്കെ കിട്ടണം. അപ്പോൾ ഇത് എന്നെ ഒരു സംബന്ധിച്ചിടത്തോളം 2500 റേഞ്ച് ആണെങ്കിൽ ഇതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇത് നല്ല ഗുഡ് സൗണ്ടിങ് ഹെഡ്സെറ്റ് എന്ന് തന്നെ പറയാം. കാരണം ടോപ്പ് ആൻഡ് വലിയ അതായത് ഈ സോണിയുടെയും അത്രയും പോലും അതിനേക്കാളും കൂടുതൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. എൻ്റെ ഞാൻ കേട്ടിടത്തോളം, ഞാൻ സോണിയുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബോസിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2500 റേഞ്ചിൽ ഈ ഹെഡ്സെറ്റ് ആ പ്രീമിയം ഹെഡ്സെറ്റ്സിനെ ഔട്ട് ക്ലാസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം 2500 ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. അത് ബേസുള്ള മ്യൂസിക് ആണെങ്കിൽ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. അതുപോലത്തെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഞാനിതിൽ അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് ബേസ് കൂടുതലുള്ള ഹെഡ്സെറ്റാണ് വേണമെങ്കിൽ ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്യും. അതുമല്ല 2500 2300 റേഞ്ചിലൊരു ഹെഡ്സെറ്റ് വേണമെങ്കിൽ ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. കാരണം അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നല്ലതാണ്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന കേബിളുകൾ അത് മാത്രമല്ല ഈ അറ്റാച്ചബിൾ ആയിട്ടുള്ള കേബിളാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഓവറോൾ ഒരു നല്ലൊരു പാക്കേജായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സൗണ്ട് ക്ലാരിറ്റി ഒന്നും പറയാനില്ല, ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യണ കാരണം നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് നല്ല അതിൽ നിന്ന് സൗണ്ട് ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസിലോ എവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഓഡിയോ എൻഹാൻസിങ് സോഫ്റ്റ്വെയർ എന്തെങ്കിലും അല്ലെങ്കിൽ ഈക്വലൈസർ നന്നായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഐ എം ഷുവർ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് 50 mm ഡ്രൈവറാണ്, സൗണ്ട് കൂടുതലുണ്ടാവും. പിന്നെ കുറച്ചുകൂടി പവർ വേണം ഇതിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇതിന് നല്ലൊരു സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നല്ല പവർ കിട്ടിയാലാണ് അത് നല്ലൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ ലാപ്ടോപ്പിൽ അത് പറ്റും, പക്ഷെ മൊബൈലിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ മൊബൈലിലൊക്കെ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ സൗണ്ടിൽ കുറച്ചൊരു ഡീഗ്രേഡേഷൻ നടന്നായിരുന്നു. അപ്പോൾ അത് കാരണം സൗണ്ട് ഡീഗ്രേഡ് ആവും. അതേസമയം നമുക്ക് ഈ സൗണ്ട് പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് മേടിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.